കഴിഞ്ഞ 10 വർഷമായി കേരളത്തിൽ ഒരു വർഗീയ സംഘർഷവും നടത്താൻ അനുവദിച്ചിട്ടില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. LDF കൊല്ലം മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേരള ചരിത്രത്തിലില്ലാത്ത വിധം ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ശക്തി പ്രാപിച്ചു വരികയാണ്. ഇതിനെ പ്രതിരോധിച്ചില്ലെങ്കിൽ നാം നേടിയെടുത്ത അവബോധവും മതനിരപേക്ഷതയും തകർന്നു പോകുമെന്നും അദ്ദേഹം പറഞ്ഞു. കേരള ചരിത്രത്തിൽ ഇല്ലാത്ത വിധം ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ശക്തി പ്രാപിക്കുകയാണ്. ഇതിനെ പ്രതിരോധിച്ചില്ലെങ്കിൽ നവോത്ഥാന കാലഘട്ടം മുതൽ ദേശീയ പ്രസ്ഥാനത്തിൻ്റെയും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെയും ശ്രമഫലമായി നേടിയെടുത്ത അവബോധവും മതനിരപേക്ഷതയും തകരുമെന്നും അങ്ങനെയായാൽ ഇന്നത്തെ കേരളം ഉണ്ടാകില്ലെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. LDF കൊല്ലം മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. വിശ്വാസം ഒരു ഉപകരണമാക്കി വർഗീയതയ്ക്ക് വേണ്ടി ഉപയോഗിക്കുകയാണ് ചെയ്യുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. വർഗീയ ശക്തികൾ അതിൻ്റെ ചരിത്രത്തിലില്ലാത്ത രീതിയിലുള്ള ഇടപെടൽ കേരള രാഷ്ട്രീയത്തിൽ ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ശക്തിയായിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിനെ പ്രതിരോധിക്കാനാവുന്നില്ല എങ്കിൽ നവോത്ഥാന പ്രസ്ഥാന കാലം മുതൽ ദേശീയ പ്രസ്ഥാനത്തിൻ്റെയും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെയെല്ലാം പ്രവർത്തന ഫലമായി നേടിയ ഈ കേരളത്തിൻ്റെ ഈ അവബോധവും അതുപോലെ തന്നെ ശ്രദ്ധേയമായ രീതിയിലുള്ള മതനിരപേക്ഷ ഉള്ളടക്കവും ഈ ജനാധിപത്യ മതനിരപേക്ഷ ഉള്ളടക്കത്തിന് അടിസ്ഥാനമായി നിലകൊണ്ട ദാർശനികമായ നിലപാടുകൾ, കൃത്യമായ അവബോധം അതെല്ലാം തകർന്നു പോയാൽ പിന്നെ ഇന്നത്തെ കേരളം ഉണ്ടാവില്ല എന്നുള്ളതാണ് ഏറ്റവും അപകടകരമായ ഒരവസ്ഥ. LDF തുടർച്ചയായി 2ാം തവണ അധികാരത്തിലെത്തിയതോടെയാണ് കേരളം കണ്ട ഏറ്റവും വലിയ വികസനം സാധ്യമായതെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. LDF നേതാക്കളായ രാജീവ്, AM ഇക്ബാൽ, സുദേവൻ, ചിന്താ ജെറോം, K വരദരാജൻ, MH ഷാരിയർ, പ്രസന്ന ഏണസ്റ്റ്, ഇക്ബാൽ കുട്ടി, ബേസിലാൽ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.